ആരാധിക്കുവാനും ശ്രദ്ധിക്കുവാനും അവിടുത്തെ അവനെ കേൾക്കുവാനും അവിടുത്തെ കർമ്മങ്ങളെ കൈക്കൊള്ളുവാനും ഞങ്ങളെ ചെയ്തു. ണമേ അവസാനിച്ചും ഞങ്ങൾക്ക് കോഴിക്കോട്ടയായി തുണയായി ആദ്യോടെ നിറയ്ക്കണമേ. മാനവത്തോട് സകലവും യേശു ക്രിസ്തുവിന്റെ തന്നെ എല്ലാവർക്കും ചേർന്ന ക്രിസ്തീയ ഗീതങ്ങളിൽ 33ാമത്തെ ഗീതം പാടി നമുക്ക് പരിശുദ്ധ ആരാധന ആരംഭിക്കാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 33ാമത്തെ ഗീതം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. ഒന്നാമത്തെ ലിത്താൻ പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങൾ അയൽക്കാർക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശ ലൈറ്റിൽ അത്രയും നടന്നിരിക്കുന്നത് ഞങ്ങൾ കർത്താവിനാമം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാവുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരുടെ ചുവപ്പാൻ്റെ പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിന് മേലാവിനെ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായ ക്രിസ്തുവിലൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികുകയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് മുൻപ് 23-ാം ഞായറാഴ്ചത്തേക്കുള്ള വേദഭാഗങ്ങളും പ്രാർത്ഥനയും. സർവശക്തിന് നിത്യമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സഭയെ അവിടുത്തെ ഏകശരീരമായി വിളിച്ച് വേർതിരിച്ചിരിക്കുന്നുവല്ലോ. സഭയുടെ നവോത്ഥാനം മുതൽ ഇന്നുവരേക്കും സഭയുടെ വളർച്ചയിലും സഭയുടെ എല്ലാ പുരോഗമനത്തിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ദൈവജനത്തിൻ്റെ കൂട്ടായ്മയും ദൈവവചനത്തിൻ്റെ പ്രാധാന്യവും ഞങ്ങൾ അനുഭവിക്കുന്നുവല്ലോ. അവിടുത്തെ കൃപയാൽ സഭയെ മുൻപോട്ട് നയിക്കുവാൻ അങ്ങക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് താഴ്മയായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ പഴയ നിയമ വേദഭാഗം വായിച്ചു കേൾക്കാം. 1-ാം പാഠം. പഴയ നിയമ ഭാഗം ആവർത്തന പുസ്തകം 26-ാം അധ്യായം
11 പേര് എഴുതിയിരിക്കുന്ന തിരുവചനങ്ങളെ കേൾക്കുകയും Deuteronomy chapter 26 verses 4 to 11. പുരോഹിതൻ ആ കൊട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ വെക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എന്റെ പിതാവ് അരാമ്യനായിരുന്നു. ചുരുക്കം പേരോടുകൂടി അവർ മിസ്രയീമിലേക്ക് ഇറങ്ങിച്ചെന്ന് പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ മിസ്രയീമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് കഠിനം വരെ ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കൈയാലും വീര്യഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. നിന്റെ ദൈവമായ യഹോവ നിനക്കും നിന്റെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ നന്മയിലും നീയും ലേഖ്യനും നിങ്ങളുടെ മധ്യമുള്ള പരദേശിയും സന്തോഷിക്കണം. ഇത് പഴയ നിയമവാക്യം. വാക്യമായി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 21 മുതൽ 31 വരെയുള്ള വാക്യം. Psalms 109 verses 21 to 30. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനിട്ടവനെ എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിധിക്കണമേ. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ എന്നെ കടന്നു പോകുന്നു. ഒരു വെട്ടുകിളിയെ പോലെ എന്നെ ചാടിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തലകുനിക്കുന്നു. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടത് തന്നെ. എന്റെ എതിരാളികൾ നിന്ന് ധരിക്കും. പുറത്തു കുതിക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ശിക്ഷിപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ നല്ല കർത്താവായിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ഐശ്വര്യം വേദനഭാവം എന്നാണ്. Today's second lesson is taken from the Holy Bible, Book of Acts, chapter 2, verses 43 to 47. Acts, chapter 2, verses 43 to 47. Everyone was filled with awe, and many wonders and miraculous signs were done by the apostles. All the believers were together and had everything in common. Selling their possessions and goods, they gave to anyone as he had need. Every day they continued to meet together in the temple courts. They broke bread in their home and ate together with glad and sincere hearts, praising God and enjoying the favor of all the people. And the Lord added to their number daily those who had been saved. Here ends the second lesson. So
വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 33 മുതൽ 35 വരെ എഴുതപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ തിരുവചനങ്ങളെ കേൾക്കുകയും The Gospel according to Saint Matthew, chapter 13, verses 33 to 35. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 249-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. ഹിം നമ്പർ 249. പ്രാർത്ഥിക്കാം. പുത്രനിൽ കൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ,
ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ എടുത്തു വരുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം ധ്യാനിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് എന്നും വെളിച്ചമായി, പാതയ്ക്ക് പ്രകാശമായി അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകി ബലപ്പെടുത്തണമേ. സകലവും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധാരാധനയിൽ കൂടി വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹൈദരാബാദ് ഇടവകയുടെ ഇടവപ്പെട്ടക്കാരൻ സന്തോഷച്ചൻ കേരളത്തിലായിരിക്കുന്നു. ഈ ആഴ്ചയിൽ അച്ഛൻ തിരിച്ചെത്തുന്നതാണ്. പെട്ടെന്നുള്ള ഈ ഒരു ക്രമീകരണത്തിൽ എനിക്ക് ഇന്നും നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് നിങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്നും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു, ദൈവത്തിൻ്റെ ഹിതമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇന്ന് സഭയായി നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് റിഫോംഡ് ആൻഡ് റിഫോമിംഗ് ചർച്ച്. സഭ നവീകരിക്കുന്നതും നവീകരിക്കപ്പെടുന്നതുമായ ഒന്നാകുന്നു എന്നതാണ്. നവീകരിക്കുന്നതും നവീകരിക്കപ്പെടുന്നതുമായ സഭ. ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതകളുണ്ട്. 2 പ്രത്യേകതകളും നമ്മെ സംബന്ധിച്ച് മറക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഒന്ന്, സഭയുടെ റിഫോർമേഷൻ ഉണ്ടായതായ ദിവസമാണ്. 1517 31 ഒക്ടോബർ റവറൻഡ് ഡോക്ടർ മാർട്ടിൻ ലൂതറിൻ്റെ റിഫോർമേഷൻ ഉണ്ടായതായ ദിവസമാണ്. അതേ ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്, 31 ഒക്ടോബർ. അത് നമ്മെ സംബന്ധിച്ച് മാത്രമല്ല, ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകത നിറഞ്ഞതായ ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് റിഫോർമേഷൻ സൺഡേ ആയിട്ട് സഭ ഇന്ന് ആചരിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഹൈദരാബാദ് സഭയ്ക്കും പ്രത്യേകിച്ച് പറക്കാൽ മിഷനും വളരെ ഒരു ഹൃദയസ്പർശിയായ സംഭവം നടന്ന ഒരു ദിവസമാണ്. ഒരു പക്ഷേ ചിലർക്ക് ഓർമ്മയുണ്ടാകും, 2012 31 ഒക്ടോബർ ഇതേ ദിവസം പറക്കാൽ മിഷനിൽ മിഷണറി ആയിരുന്ന വർഗീസ് മാത്യു അച്ഛൻ, റജി അച്ഛൻ്റെ മരണം സംഭവിച്ചത് ഇന്നലെയായിരുന്നു. 30 ഒക്ടോബർ ആയിരുന്നു. 31 ഒക്ടോബർ 2012 ഈ ഇടവക അച്ഛന് നൽകിയതായ സ്നേഹം, അച്ഛന് നൽകിയതായ യാത്രയയപ്പ് ഇതേ ദിവസം ഇതേ സ്ഥലത്ത് വെച്ചായിരുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ആ സമയത്ത് ഞാനില്ല എങ്കിൽ പോലും ഇന്നലെ വൈകിട്ട് അച്ഛൻ്റെ കൊച്ചമ്മയും മകനുമായിട്ട് ഒരുമിച്ച് വൈകിട്ട് പ്രാർത്ഥിക്കുവാനുമൊക്കെയുള്ളൊരു സമയം ലഭിച്ചു. അപ്പോൾ കൊച്ചമ്മ പ്രത്യേകിച്ച് ഞാൻ ഹൈദരാബാദിന് പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് കൊച്ചമ്മയുടെ സ്നേഹവും കൊച്ചമ്മയുടെ കുടുംബത്തിൻ്റേതായ പ്രാർത്ഥനയും കൊച്ചമ്മ ആവശ്യപ്പെടണം എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, പറക്കാൽ മിഷനായി, മുഗലപ്പള്ളി മിഷനായി, കാട്ടപ്പള്ളി മിഷനായി, പ്രത്യേകിച്ച് ആ നാളുകളിൽ ഒരു വലിയൊരു ക്രൈസിസിലൂടെ മിഷൻ കടന്നുപോയപ്പോൾ ഹൈദരാബാദ് സഭ നൽകിയതായ സപ്പോർട്ട് ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. ആ സ്നേഹത്തിന്, ആ കരുതലിന് ഇടവകയോടുള്ള പ്രത്യേകമായി നന്ദി 9 വർഷങ്ങൾക്ക് ശേഷവും ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം എല്ലാ വർഷവും അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി ഞങ്ങൾ മിഷനിൽ ഞങ്ങൾ ആചരിക്കുമ്പോൾ, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹൈദരാബാദ് സഭയൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഓടിവരുന്ന അനുഭവമാണ്. അത്രമാത്രം ഹൃദയസ്പർശമായ
സ്നേഹവും കരുതലും ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ഈ ദിവസം 2 തരത്തിൽ ഓർമ്മകൾ പുതുക്കുന്നതിന്, ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന് ഉള്ള ഒരു നിമിഷമായി ഞാൻ ഇതിനെ കാണുന്നു. റിഫോർമേഷൻ, സഭയുടെ റിഫോർമേഷൻ, നവീകരണം 1517 ഒക്ടോബർ 31-ാം തീയതി മാർട്ടിൻ ലൂതർ എന്ന യുവ സന്യാസി പട്ടക്കാരൻ ജർമ്മനിയിലെ വിറ്റൻബർഗിൽ തെരുവിലൂടെ നടന്നുകൊണ്ട് താൻ എഴുതിയതായ 95 പ്രമേയങ്ങൾ കാസ്റ്റൽ ചർച്ചിൻ്റെ എൻട്രൻസിൽ അദ്ദേഹം ഒട്ടിക്കുകയുണ്ടായി, പേസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് സഭയുടെ വലിയ ഒരു നവീകരണത്തിന് കാരണമായി തീർന്നു എന്ന സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദിമ സഭയായിരുന്ന കാതലിക് സഭയുടെ ഭാഗമായിരുന്ന ഈ മാർട്ടിൻ ലൂതർ എന്ന പട്ടക്കാരൻ 1517 തൻ്റെ പ്രമേയങ്ങൾ, തൻ്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സഭയുടെ വലിയൊരു നവീകരണത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കൊക്കെ വേദപുസ്തകം അവൈലബിൾ ആണ്. എന്നാൽ ആ കാലത്ത് 16th സെഞ്ച്വറി, ആ സമയത്ത് ദൈവവചനം ജനങ്ങളിലേക്ക് എത്തപ്പെടാത്തതായൊരു കാലമായിരുന്നു. ജനങ്ങൾക്ക് ആരാധനയൊരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അതിനൊക്കെ വലിയ ഒരു മാറ്റം ഉണ്ടാകുവാൻ, ഒരു വലിയ മാറ്റത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിത്വമാണ് മാർട്ടിൻ ലൂതർ കിങ്. അന്നത്തെ സഭ, ടെക്സൽ എന്ന് പറയുന്ന ഡൊമിനിഷ്യൻ പട്ടക്കാരൻ, ആ പട്ടക്കാരനിലൂടെ ജനങ്ങളെ തെറ്റായ വിധത്തിലേക്ക് നയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് പാപമോചന ചീട്ട്, ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് പരിഹാരമായി ഈ പാപപരിഹാര ചീട്ട് പണം കൊടുത്തു വാങ്ങിച്ചാൽ എനിക്ക് പാപമോചനം ലഭിക്കുമെന്നുള്ളൊരു പഠിപ്പിക്കൽ സഭയിൽ ആ സമയത്തുണ്ടായി. ദൈവം അല്ല, ദൈവം തൻ്റെ കർത്തൃത്വം എന്ന ആ ഒരു കാര്യം പോപ്പിൽ അധിഷ്ഠിതമായി പോപ്പിന് നൽകി ഈ പാപപരിഹാര ചീട്ട് വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ പാപം മോചിക്കപ്പെടുമെന്നുള്ളൊരു പഠിപ്പിക്കൽ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് മാർട്ടിൻ ലൂതർ സഭയുടെ തെറ്റായ ഈ പ്രചരണത്തിനെതിരെ ശക്തമായി സഭയുടെ നവീകരണ ആശയങ്ങളുമായിട്ട് മുൻപോട്ട് വന്നത്. സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ഈ ടെക്സൽ എന്ന് പറയുന്ന പുരോഹിതൻ ഓരോ പാപത്തിനും ഒരു ഫിക്സഡ് റേറ്റ് നമ്മൾ നൽകണമെന്നാണ് പാപപരിഹാര ചീട്ടിൽ അവർ പറഞ്ഞിരുന്നത്. കൈക്കൂലി കൊടുത്ത് പട്ടത്ത ശുശ്രൂഷ നേടുവാണെങ്കിൽ 7.5 രൂപ പാപപരിഹാരത്തിനായിട്ട് കെട്ടണം. വഞ്ചന ചെയ്യുകയാണെങ്കിൽ 7 രൂപ നൽകണമെന്നും, അന്യന്റെ വസ്തുവക നമ്മൾ മോഹിച്ച് നമ്മളത് നേടിയെടുത്താൽ 10.5 രൂപ പാപപരിഹാരമായി നൽകണമെന്നും, അന്യന്റെ പുരയ്ക്ക് തീയിട്ടാൽ 8 രൂപ നൽകണമെന്നും, നോമ്പ് സമയത്ത് നോൺ വെജ് ഫുഡ് കഴിച്ചാൽ 8 രൂപ നൽകണമെന്നും, നമ്മളൊരാളെ കൊന്നാൽ 5 രൂപയുടെ പാപപരിഹാര ചീട്ട് വാങ്ങി പാപപരിഹാരം നേടാനായിട്ട് സാധിക്കുമെന്നുമൊക്കെ അന്ന് പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ സഭ പാപപരിഹാരത്തിലൂടെ പണമുണ്ടാക്കുന്നതിനുള്ള ഒരു ഉപകരണമായി സഭ മാറിയപ്പോൾ, സഭയെ വീണ്ടെടുക്കുവാൻ, സഭയുടെ തെറ്റായ അധംപതനത്തിലേക്ക് പോകുന്നതായ ഈ പ്രക്രിയയ്ക്ക് തടയിടുവാൻ എന്ന നിലയിൽ മാർട്ടിൻ ലൂതറിനെ ദൈവം അവിടെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പാപമോചന ചീട്ടിലൂടെ സഭയുടെ പതനം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാർട്ടിൻ ലൂതർ എന്ന ചെറുപ്പക്കാരനായ പട്ടക്കാരനോടൊപ്പം സിംഗ്ലി, കാൽവിൻ, ജോൺ ഹസ് എന്ന തുടങ്ങിയ പട്ടക്കാരൻ ഇദ്ദേഹത്തിൻ്റെ ഈ റിഫോർമേഷനിൽ, ഈ നവ സംസ്കാരത്തിന്
പിന്തുണയുമായിട്ട് നൽകി അവരെഴുന്നേറ്റു. അത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഈ റിഫോർമേഷൻ, ഈ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഭാഗമാണ്. സഭയുടെ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഭയുടെ അധംപതനത്തിന്റെ, പാപപരിഹാര ചീട്ടിന്റെ, സഭയുടെ തെറ്റായ പ്രവണതയ്ക്ക്, ദൈവവചനം പഠിപ്പിക്കാത്തതായ അനാചാരങ്ങൾക്കെതിരെ, ട്രഡീഷനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടാണ് ഈ മാർട്ടിൻ ലൂതർ എന്ന് പ്രവർത്തിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഒരു വലിയ റിഫോർമേഷൻ ഉണ്ടായി. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ഭാഗമായി തീർന്നിരിക്കുന്നത്. അങ്ങനെയാണ് മിഷണറിമാർ നമ്മുടെ ഭാരതത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ നമുക്ക് തോന്നും പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുക, സഭയുടെ തിന്മകൾക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തു വന്നതായ ഈ മാർട്ടിൻ ലൂതറിലൂടെ ആരംഭിച്ചതായ നവീകരണമാണ് സഭയുടെ വളർച്ചയ്ക്ക്, സഭയുടെ പുതിയ ഉണർവിന് ആധാരമായി തീർന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാർട്ടിൻ ലൂതർ 5 കാര്യങ്ങളാണ്, 5 പ്രധാന പില്ലേഴ്സ് ആണ് അന്ന് മുഖ്യമായിട്ട് മുൻപോട്ട് വെച്ചത്. ഒന്ന്, സോള ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ രക്ഷ കൃപയാൽ മാത്രം ലഭിക്കുന്നതാണ്. പണം കൊടുത്തോ ഒരു വ്യക്തിയിൽ നിന്നോ നേടുവാൻ സാധ്യമാകുന്നതല്ല. എന്റെയും നിങ്ങളുടെയും വ്യക്തിജീവിതത്തിന് ആവശ്യമാകുന്ന രക്ഷ ദൈവം തന്റെ കൃപയാൽ നൽകുന്നത് മാത്രമാണ്. കൃപയാൽ മാത്രം രക്ഷിക്കപ്പെടണമെന്ന ഒന്നാമത്തെ പില്ലറിനെ കുറിച്ച് മാർട്ടിൻ ലൂതർ പറയുകയുണ്ടായി. രണ്ടാമത് പറഞ്ഞത് സോള ഫിഡെ, രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അന്ന് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം കണ്ടാൽ രക്ഷ നേടുമെന്നതായിരുന്നു സഭയുടെ പഠിപ്പിക്കൽ. എന്നാൽ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തമായി മാർട്ടിൻ ലൂതർ പറയുകയാണ് രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ് എന്ന്. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് സോളാ സ്ക്രിപ്ചുറ, രക്ഷ ദൈവവചന അടിസ്ഥാനത്തിലാണ്. ദൈവവചനമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. നാലാമതായിട്ട് പഠിപ്പിച്ചു സോളാ ക്രിസ്റ്റസ്, രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ സാധിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. അഞ്ചാമതായി സോളാ ഗ്ലോറിയ, മഹത്വം ദൈവത്തിന് മാത്രം നൽകുന്നതാണ്. അങ്ങനെ 5 കാര്യങ്ങൾ. രക്ഷ കൃപയാൽ ലഭിക്കുന്നതാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവവചനം, രക്ഷ ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്നതാണ്, മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ് എന്ന പഠിപ്പിക്കലാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ സഭ വളർന്നു ഒരു തീ പടരുന്നത് പോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ ഐക്യനാടുകളിൽ, ഏഷ്യയിൽ ഈ സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ വളർച്ചയെ ആർക്കും തടയുവാനായിട്ട് സാധിച്ചില്ല എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സഭ നവീകരിക്കപ്പെടുന്നതായ ഒരു അനുഭവം ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം, ദൈവം നവീകരണത്തിന്റെ പ്രവർത്തനത്തിൽ നമ്മെ ഉപയോഗിക്കുന്നത് എങ്ങനെയാകുന്നു ദൈവം നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. ഡ്യൂട്രോണമി ചാപ്റ്റർ 26 വേഴ്സസ് 4 to 11. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഒരു പക്ഷേ ഇന്ന് വായിച്ചു കേട്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നിയേക്കാം. അവിടെ പറയുന്നത് ആദ്യഫലത്തെക്കുറിച്ചാണ്. നമ്മളെ സംബന്ധിച്ച് അടുത്ത ഞായറാഴ്ചയാണ് ആദ്യഫലം. അപ്പോൾ ആദ്യഫലത്തിന്റെ പാഠം നമ്മൾ ഒരാഴ്ച മുമ്പേ വായിച്ചു എന്നൊരു തോന്നൽ ഒരു പക്ഷേ നമുക്ക് ഉണ്ടായേക്കാം. എന്നാൽ സഭയുടെ അല്ലെങ്കിൽ ദൈവം നവീകരണ പദ്ധതിയിൽ, റിഫോർമേഷനിൽ ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെയാകുന്നു എന്നത് ചിന്തിക്കുവാനാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ നമുക്ക് സാധ്യമായി തീരുന്നത്. സഭ റിഫോംഡ് കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് 26-ാം അധ്യായം 4-ാം വാക്യം മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ പറയുന്നു, എൻ്റെ പിതാവ് ദേശാന്തരിയായ അരാമ്യനായിരുന്നു. ഒരു പഴയ ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ്, എൻ്റെ പിതാവ് ദേശാന്തരിയായ അരാമ്യനായിരുന്നു.
എന്നിട്ട് പറയുകയാണ്, താഴെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഞങ്ങൾ പാലും തേനും ഒഴുകുന്ന ഈ ദേശത്ത് ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു, ഞങ്ങളുടെ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ലഭിച്ചതിന്റെ നല്ലൊരു അംശം ഞങ്ങൾ ഇതാ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളെ നീ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണം എന്ന വലിയ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ദൈവം റിഫർമേഷൻ എന്ന പദ്ധതിയിൽ ദൈവത്തിന്റെ പങ്ക് വളരെ പ്രാധാന്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, അബ്രഹാമിനെ ദൈവം വിളിച്ച് പുതിയൊരു ദേശത്തേക്ക് കൊണ്ടുവരികയാണ്. അബ്രഹാമിനെ എവിടുന്നാണ് വിളിച്ചത്? അബ്രഹാമിന്റെ സ്വദേശം ഊര് എന്ന പട്ടണമാണ്. ഊരിലെ കാൽഡിയൻസും ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അതായത് മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച്, അതായത് അരാമ്യരുടെ ദേശമായ സമറിയ, ഇന്നത്തെ സമറിയയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് ദൈവം അവനെ കൊണ്ടുപോവുകയാണ്. ഞാൻ നിന്നെ കാണിക്കുന്ന ഇടത്തേക്ക് നീ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ് അബ്രഹാമിനെയും അവന്റെ ഭാര്യയെയും അവന്റെ കുടുംബത്തെയും മുൻപോട്ട് ദൈവം നയിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും നാം കാണുന്നു, അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിന് വിവാഹപ്രായം എത്തുമ്പോൾ അബ്രഹാം എന്താ ചെയ്തത്? ദാസനെ സ്വന്തം ദേശത്തേക്ക് അയക്കുകയാണ്, മെസൊപ്പൊത്താമിയയിലേക്ക് അയക്കുകയാണ്, പദ്ദൻ ആരാമിലേക്ക് അയക്കുകയാണ്. അവിടെ അയച്ചിട്ട് അവിടെ നിന്നാണ് റബേക്കയെ തന്റെ മകന് ഭാര്യയായിട്ട് കൊണ്ടുവരുന്നത്. ഇസഹാക്കിന്റെ ചരിത്രം കഴിഞ്ഞിട്ട് അടുത്തത് യാക്കോബിന്റെ ചരിത്രം പഠിക്കുമ്പോഴോ, യാക്കോബ് തന്റെ സഹോദരനെ യെശായിയെ കളിപ്പിച്ചിട്ട് അവൻ ഓടിപ്പോകുന്നത് എങ്ങോട്ടാ? പദ്ദൻ ആരാമിലേക്കാണ്. അവിടെ ഓടിച്ചെന്ന് അവിടെ പാർത്ത്, ലാബാന്റെ ഒപ്പം പാർത്ത് റാഹേലിനെയും ലയയെയും ഭാര്യയായി സ്വീകരിച്ച് തിരിച്ചു വരികയാണ്. അപ്പോൾ ഒരു റിഫർമേഷന്റെ അനുഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വലിയ കൾച്ചർ, അരാമിലുള്ളതായ ആ ഒരു കൾച്ചറും അവിടെയുള്ളതായ എല്ലാ ഫെസിലിറ്റീസും കളഞ്ഞിട്ട് പുതിയ ഒരു അനുഭവത്തിലേക്ക്, പുതിയൊരു കൾച്ചറിലേക്ക് ഇവിടെ ദൈവജനം മാറിത്തീരുകയാണ്. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ പറഞ്ഞത്, നിന്റെ പേരിന് ഇസ്രായേൽ എന്നാണ്. 12 മക്കളിലൂടെ, 12 ഗോത്രങ്ങളിലൂടെ വലിയൊരു സമൂഹമായി ദൈവം അവരെ അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം നവീകരണത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ പങ്ക് വളരെ വലുതാകുന്നു. ഇന്ന് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതയാത്രയിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ ആത്മിക ജീവിതത്തിൽ നവീകരണത്തിന്റെ ആശയം, അതിന്റെ പങ്ക് വളരെ വലുതാകുന്നു എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം പഴയ നിയമചരിത്രത്തിൽ ദൈവജനത്തെ നവീകരിച്ച ഒരു സഭയുടെ, അതായത് ദൈവജനത്തിന്റെ ഒരു കമ്മ്യൂണിറ്റിയായി, ഒരു ഗ്രൂപ്പായി ദൈവം അവരെ വേർതിരിച്ച് വഴി നടത്തുന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ദൈവജനം ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളുടെ പിതാക്കന്മാർ അരാമ്യരായിരുന്നു, ദേശാന്തരികളായി കഴിഞ്ഞവരായിരുന്നു, ഐഡന്റിറ്റി ഇല്ലാത്തവരായിരുന്നു, സ്വന്തമായി സ്ഥലമില്ലാത്തവരായിരുന്നു, ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കഴിഞ്ഞവരായിരുന്നു. എന്നാൽ നീ ഞങ്ങളെ വിളിച്ചു, മിസ്രയീമിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് പാലും തേനും ഒഴുകുന്ന ഈ ദേശത്ത് നീ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. ഒരു പാസ്റ്റ് ടെൻസ്, ഒരു പ്രസന്റ് ടെൻസ്, ഒരു ഫ്യൂച്ചർ ടെൻസ്, മൂന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ദൈവജനത്തെ നമുക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിന് കൊടുക്കുന്നവരായിട്ടാണ്. ദൈവസന്നിധിയിൽ കൊണ്ട് സമർപ്പിക്കുകയാണ്. ദൈവമേ, നീ എനിക്ക് നൽകിയ സ്ഥലത്തിന്റെ നല്ല അംശം, നീ എനിക്ക് നൽകിയതായ വിളവിന്റെ നല്ലൊരു അംശം ഞാൻ നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. തെലുങ്കിൽ പറയുന്നത് പ്രഥമ ഫല പണ്ടുക എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ദൈവം നൽകിയതിന്റെ ആദ്യത്തെ ഫലം, ദൈവം നൽകുന്നതിന്റെ ബെസ്റ്റ് കർത്താവിന് നൽകുവാനായിട്ട് ഇവിടെ ദൈവജനം ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു വലിയ റിഫോർമേഷൻ, ഒരു വലിയ മാറ്റം. അരാമിൽ ദേവന്മാരും ദേവികളെയും ആരാധിച്ചു നടന്നതായ അബ്രഹാമിന്റെ പൂർവ്വപിതാക്കന്മാർ, അവരിൽ നിന്ന് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് പുതിയൊരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി അവരെ പുതിയൊരു കൾച്ചർ, പുതിയൊരു അനുഭവത്തിലേക്ക് ദൈവം അവരെ നയിക്കുകയാണ്. ഒരു പുതിയ റിഫോർമേഷൻ, പുതിയൊരു അനുഭവം. പഴയതൊക്കെ കളഞ്ഞിട്ട് പുതിയൊരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവർ കൊടുക്കുന്നവരായി തീർന്നു. ഇവിടെ പറയുകയാണ്, ദൈവമേ, ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഞങ്ങളത് നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്.
ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണം. ദൈവം വീണ്ടും പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തലമുറകളായി ചെയ്യണം. ഒരു ഫ്യൂച്ചറിസ്റ്റിക് അനുഭവമാണ് പറയുന്നത്. തലമുറകളായി നിങ്ങളിത് ചെയ്യണം. ഭാവിയിൽ നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളിത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ദൈവം അവരെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ചരിത്ര ഭാഗങ്ങൾ പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ ഭരണം വന്നു, എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്തത്. ദൈവജനം പലപ്പോഴും അകന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ദൈവം വീണ്ടും അവരെ റിഫോം ചെയ്യാനായിട്ട് ദൈവം എന്താ ചെയ്തേ? പ്രവാചകന്മാരെ അയച്ചു, പുരോഹിതന്മാരെ അയച്ചു, രാജാക്കന്മാരെ അയച്ചു. പലരെയും ദൈവം അയച്ച് ദൈവജനത്തെ ഓരോ നിമിഷങ്ങളിലും റിഫോം ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ, വേദവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഞാനും നിങ്ങളുമായിരിക്കുന്ന സഭ ഇന്നും അത് റിഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന, നവീകരണത്തിന്റെ അനുഭവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗത്തിൽ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു റിഫോംഡ് ചർച്ച് എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 109 സങ്കീർത്തനം 21, 23 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിങ്ങൾ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്നവരായിരിക്കണം. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. സങ്കീർത്തനക്കാരൻ പറയുക, ഒരു നവീകരണ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ എന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടത്തിനകത്ത് ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നിങ്ങളുടെ സമൂഹത്തിന്റെ വേദനകളെ അറിയുന്നവരായി തീരണം എന്ന് ഇവിടെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൃപ നിറഞ്ഞ, പരിശുദ്ധാത്മ ശക്തിയിൽ നിറയപ്പെട്ടതായിരിക്കണം സഭ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുകയാണ്, 26 മുതൽ 29 വരെയുള്ള ഭാഗത്ത് പറയുന്നു, ദ കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുന്നതായ ഒന്നവരായിരിക്കണം ദൈവത്തിന്റെ യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതൊരു സാക്ഷ്യത്തിന്റെ അനുഭവമാണ്. സാക്ഷ്യത്തിന്റെ അനുഭവമായിട്ട് നമ്മൾ നിലനിൽക്കേണ്ടവരാണ്. അവസാനമായിട്ട് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം അവരോട് കൂടെ നിൽക്കുന്നതായ ഒരു അനുഭവമാണ് സഭയുടെ അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭ നിലനിൽക്കുന്നത് കെട്ടിടത്തിനുള്ളിൽ മാത്രമല്ല, അതിനപ്പുറമായി സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്നവരായി, പങ്കുവെക്കുന്നവരായി, ദൈവത്തിന്റെ കൃപ നിറഞ്ഞവരായി, ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കുന്നവരായി, സാക്ഷ്യമുള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്ന അനുഭവമാണ് യഥാർത്ഥ സഭ എന്ന് ഇവിടെ പഴുനിനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് നമുക്കും പറയാൻ സാധിക്കും, നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ഇന്ന് ഹൈദരാബാദിൽ സെറ്റിലായിരിക്കുന്നവരാണ്. നമുക്കൊക്കെ പറയാനായിട്ട് അനേക ചരിത്രമുണ്ട്. ഒരുപക്ഷെ നമുക്കും പറയാനായിട്ട് ഈ ഇസ്രായേൽ മക്കൾ പറയുന്ന പോലെ പറയുവാനായിട്ടുണ്ടാകും. ഞങ്ങളും ഒന്നുമില്ലാത്തവരായിരുന്ന ഒരു കാലത്ത്, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ മാതാക്കന്മാർ ഒന്നുമില്ലാതെ അലഞ്ഞിരുന്നതായ സമയത്ത് ദൈവം അവരെ ഈ പ്രദേശത്ത് കൊണ്ടുവന്നു, ഇവിടെ ഞങ്ങളെ സെറ്റിലാക്കി, ഞങ്ങളിവിടെ ഒരു വലിയ വിശ്വാസ സമൂഹമായി ഞങ്ങളിവിടെ പാർക്കുന്നു, ഞങ്ങളിവിടെ ദൈവത്തെ ആരാധിക്കുന്നു. എത്ര വലിയൊരു സാക്ഷ്യമാണ്, എത്ര വലിയൊരു ടെസ്റ്റ് മണിയാണ്. ഇന്നത്തെ ഈ ചിന്ത നമ്മെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ഇടചേർന്നിരിക്കുന്നതായ ഒരു ചിന്താവിഷയമാണ്. അതുകൊണ്ട് നമ്മൾ റിഫോംഡായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നവീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായിട്ട് റിഫോർമേഷൻ നൽകുന്നതായ അനുഭവം എന്ന് പറഞ്ഞത് എ ലൈഫ് ഓഫ് ഫ്രീഡം. ഇസ്രായേൽ ജനം സ്വാതന്ത്ര്യത്തോടുകൂടെ സ്വന്തം ഐഡന്റിറ്റി ഉള്ളവരായി, സ്വന്തം സ്ഥലമുള്ളവരായി, സ്വന്തമായി അവർക്ക് ഒരു നിലനിൽപ്പിന്റെ ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു വലിയ നിലനിൽപ്പ്, നമ്മുടെ ദേവാലയത്തിന്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ഫ്രീഡം നമുക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളൊരു ഐഡന്റിറ്റിയുടെ ഭാഗമായി നമ്മൾ ഇന്ന് മാറുവാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നവീകരണം എന്റെയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ സ്വാതന്ത്ര്യം നൽകുന്ന അനുഭവമാണ്. റിഫോർമേഷൻ ഫോർ എ ലൈഫ് ഓഫ് ഫ്രീഡം. രണ്ടാമതായിട്ട് വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 43 മുതൽ 47 വരെയുള്ള ഭാഗങ്ങളിൽ ഒരു പുതിയ ഒരു അനുഭവത്തെക്കുറിച്ച് അവിടെ പങ്കുവെക്കുകയാണ്.
റിഫോർമേഷൻ ഫോർ ചലഞ്ചിങ് ആൻഡ് ആൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈൽ, ഒരു പുതിയ ജീവിതക്രമത്തെക്കുറിച്ച് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം, ഒരു റിഫോംഡ് സഭയെ സംബന്ധിച്ചിടത്തോളം, സഭയുടെ ഭാഗമായിരിക്കുന്ന എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു സഭയ്ക്ക് ഫംഗ്ഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്ന് ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 2-ാമത്തെ അധ്യായം 43 മുതൽ 47 വരെയുള്ള ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ ദൈവജനം, ആദിമസഭയുടെ ചരിത്രത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആദിമസഭ ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിച്ചു വന്നിരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഒരുമിച്ച് പങ്കുവച്ചിരുന്നു. ആദിമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഷെയറിംഗ് ആയിരുന്നു. ഷെയറിംഗ് ഈച്ച് അതർ, ഉള്ളവനും ഇല്ലാത്തവനും ഒരുമിച്ച് പങ്കുവെക്കുന്നതായ, ഒരുപോലെ പന്തിഭോജനം കഴിക്കുന്നതായ ഒരു അനുഭവം. വിശ്വാസികൾ ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ സകലത്തെയും വിറ്റ് അവർ അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ സമർപ്പിച്ച് അവർ ഒരുമിച്ച് പങ്കുവെച്ച് ജീവിച്ചിരുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്, ഷെയറിംഗ് ചർച്ച്. 44-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, അവിടെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ദേ ആർ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്, അവർ ക്രിസ്തുവിൽ ഐക്യതയുള്ളവരായിരുന്നു. അത് മാത്രമല്ല, ദേ കണ്ടിന്യൂ ദാറ്റ് യൂണിറ്റി. അപ്പോസ്തലന്മാരുടെ ചേർന്ന ആദിമസഭ നിലനിൽക്കുമ്പോൾ അത് ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് അത് തുടർന്നു പോകുന്നതായ ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് 45-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ കാണുന്നത് അവര് സകലവും പൊതുവകയെന്നെ, they considered everything as common. അത് മാത്രമല്ല, അവര് സകലവും പൊതുവക എന്ന് എണ്ണുക മാത്രമല്ല ചെയ്തത്, അവിടെ വീണ്ടും പറയുന്നു അവര് ആ കമ്മ്യൂണിറ്റിയിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരുന്നു എന്ന് വ്യക്തമായിട്ട് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയെ സംബന്ധിച്ച് സഭ ഒരു ഷെയറിംഗ് ചർച്ചായിട്ട് നിലനിൽക്കുമ്പോൾ, ഒരു പങ്കുവയ്ക്കലിന്റെ അനുഭവത്തിൽ സഭ നിലനിൽക്കുമ്പോൾ, ഒന്നാമതായി അത് ക്രിസ്തുവിൽ ഐക്യപ്പെട്ടതായിരിക്കണം. രണ്ടാമതായി പറയുന്നു, സഭയുടെ അല്ലെങ്കിൽ സഭയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് അറിയുന്നവരായി തീരണം എന്ന് അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 46-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവിടെ കാണിച്ചു തരുന്ന ഒരു ആൾട്ടർനേറ്റീവ് സ്റ്റൈൽ എന്ന് പറയും, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. ടുഗദർനെസ് ആൻഡ് സിൻസിയറിറ്റി, ഹൃദയ പരമാർത്ഥതയോടുകൂടെ അവർ അവിടെ ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സഭ വളരുകയാണ്. 47-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സഭ വളർന്നു, സഭ വളരുകയാണ്, സഭ ശക്തി പ്രാപിച്ചു, സഭ വളർന്നു പന്തലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു പുതിയ റിഫോർമേഷന്റെ അനുഭവമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവിന്റെ മരണശേഷം അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ടതായ ആദിമസഭ ക്രിസ്തുവിൽ ഐക്യപ്പെട്ട് ദ യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിച്ചു, പങ്കുവച്ചു. അവർ ഒരുമിച്ച് ഹൃദയപരമാർത്ഥതയോടെ നിലനിന്നു. അത് സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഇന്ന് നമ്മളൊക്കെ സഭയുടെ വളർച്ച നോക്കുന്നത് എങ്ങനെയാണ്? സഭയുടെ മെമ്പർഷിപ്പ് നോക്കിയാണ്, അല്ലേ? സഭയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സഭയുടെ അംഗങ്ങളുടെ എണ്ണമല്ല, മറിച്ച് ക്രിസ്തുവിൽ നിറയപ്പെട്ടതായ, ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടതായ ജനങ്ങളുടെ കൂട്ടമാണ് സഭ എന്ന് ഇവിടെ നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ദ സ്ട്രെങ്ത് ഓഫ് ദ ചർച്ച് ഈസ് നോട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച്, ബട്ട് ദ മെമ്പേഴ്സ് ഓഫ് ബീയിങ് സെർവ്ഡ് ഇൻ ദ ചർച്ച്. സഭയിൽ രക്ഷിക്കപ്പെട്ട ജനങ്ങളുടെ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടമാണ് സഭ എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രണ്ടാമത് പുതിയ നിയമചരിത്രം പഠിക്കുമ്പോൾ പുതിയ നിയമചരിത്രത്തിലെ ആദിമസഭ നമുക്ക് നൽകുന്നത് ഒരു ലൈഫ് ചലഞ്ചിങ് ആൾട്ടർനേറ്റീവ് സ്റ്റൈലുമായിട്ടുള്ള ഒരു സഭയെക്കുറിച്ചാണ്. പങ്കുവെക്കുന്ന ഒരു സഭ. പഴയ നിയമചരിത്രത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന ഒരു സഭയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും ദൈവം റിഫോം ചെയ്ത് പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, പങ്കുവെക്കുന്ന ഒരു സഭയെക്കുറിച്ച്. മൂന്നാമതായി സഭയുടെ അടുത്ത ഒരു രൂപഭാവം എന്ന് പറയുന്നത് റിഫോർമേഷൻ ഫോർ ട്രാൻസ്ഫോർമേഷൻ.
മറ്റുള്ളവരുടെ രൂപാന്തരത്തിന് കാരണമാകുന്ന റിഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു ചെറിയ ഉപമ കർത്താവ് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 8 ഉപമകൾ കർത്താവ് അവിടെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം എന്ന് പറയുന്നത് 3 പറ മാവിൽ പുളിപ്പ്, അതല്ലെങ്കിൽ പുളിക്കുന്നതായ ഒരനുഭവം. നമുക്കറിയാം, പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ അറിയാം, അപ്പം ഉണ്ടാക്കുവാനായിട്ട് മാവ് നമ്മൾ കലക്കി വയ്ക്കുമ്പോൾ അതിൽ ഈസ്റ്റ് ഇടാറുണ്ട്. ആ ഈസ്റ്റ് ആ മാവിനെ മൊത്തം പുളിപ്പിക്കുന്നതായ ഒരു അനുഭവം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ, പുളിപ്പില്ലാത്ത അനുഭവത്തെ പുളിപ്പ് ആക്കുന്നതായ ഒരു അനുഭവം, എല്ലാവരെയും ട്രാൻസ്ഫോം ചെയ്യുന്നതായ അനുഭവമാകണം സഭയുടെ അനുഭവം എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, ചർച്ച് ഈസ് ദ ഫോർട്ടേഴ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ മുന്നോടിയാണ്, ദൈവരാജ്യത്തിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് സഭ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 33-34 വാക്യങ്ങളിൽ അവിടെ പറയുകയാണ്, ഒരു സ്ത്രീ എന്ത് ചെയ്തു? മാവെടുത്തു, അതിൽ പുളിപ്പിട്ടു. അതിൽ പുളിപ്പിട്ടപ്പോൾ ആ മാവ് മുഴുവനായി പുളിച്ചതായ ഒരു അനുഭവം. 4 തരത്തിലുള്ളതായൊരു പ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുഡ് പീപ്പിൾ, ആ ഒരു സ്ത്രീ, നല്ല വ്യക്തിത്വമുള്ള സ്ത്രീ, അവള് ഗുഡ് മെറ്റീരിയൽ അവിടെ ഉപയോഗിക്കുകയാണ്. 3 പറ മാവും അതുപോലെ ഈസ്റ്റും, അവിടെ പുളിപ്പിക്കുന്നതിൻ്റെ പുളിപ്പും അവിടെ ഉപയോഗിക്കുക. ഗുഡ് വർക്ക്, അത് മിക്സ് ചെയ്ത് അവളത് മാറ്റിവെക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവളുടെ ഒരു വിശ്വാസമാണ് ഇത് പുളിക്കും എന്നുള്ളതായ ഒരു വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലൂടെ അവിടെ ആ ഒരു മാവ് മുഴുവനും പുളിപ്പിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. സഭയാകുന്ന എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവരാജ്യത്തിന്റെ വക്താക്കളായി ഞാൻ നിങ്ങളുമായി തീരണമെന്നാണ്. ഞാൻ നിങ്ങളും എവിടെയാകുന്നുവോ, ജോലി സ്ഥലത്തായിരിക്കാം, പഠിക്കുന്നിടത്തായിരിക്കാം, ഭവനത്തിലായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് ട്രാൻസ്ഫോർമേഷൻ നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനും നിങ്ങളും സഭയുടെ ഭാഗമാണ്. ഞാനും നിങ്ങളും ഇല്ലെങ്കിൽ ഇന്ന് സഭയില്ല. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. വിശ്വാസികളുടെ സമൂഹമാകുന്ന എന്നെയും നിങ്ങളെയും ദൈവം ഇവിടെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ സഭ കടന്നു പോവുകയാണ്. നമുക്കറിയാം, ഇന്ന് CSI സഭയെ സംബന്ധിച്ച് CSI സഭയുടെ ഈ വർഷത്തെ, കഴിഞ്ഞ വർഷം മുതലുള്ളതായ സഭയുടെ വലിയൊരു ചിന്ത എന്ന് പറയുന്നത് ഒരു ബോർഡർലെസ് ചർച്ച്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സഭ. വർണ്ണങ്ങൾക്ക്, കൾച്ചറുകൾക്ക്, ഡൈവേഴ്സിറ്റികൾക്കൊക്കെ അപ്പുറമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സഭ. ബോർഡർലെസ് ചർച്ച് എന്ന ആശയത്തിലൂടെ സഭ ഇന്ന് മുൻപോട്ട് പോവുകയാണ്. നമ്മെ സംബന്ധിച്ച് നമുക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾ ഒരു പ്രസന്റ് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നു. വാട്ട് വിൽ ബി അവർ ഫ്യൂച്ചർ? നമ്മുടെ തലമുറകളുടെ ഫ്യൂച്ചർ എന്താണ്? ഭാവി എന്തായിത്തീരും? സഭയുടെ ഭാവി എന്തായിത്തീരും? എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിൽ ദൈവം നമ്മെ ഈ സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുമാകുന്ന സഭയെ ദൈവം ഓരോ ദിവസവും റിഫോം ചെയ്ത് നമ്മളെ മുൻപോട്ട് നയിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെ നമുക്കും പറയണം ധൈര്യത്തോടുകൂടെ, കർത്താവേ, ഞങ്ങളൊന്നുമില്ലാത്തവരായിരുന്നു, ഞങ്ങൾ കഷ്ടതയും പ്രയാസവും അനുഭവിച്ചവരായിരുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഒന്നുമില്ലാത്തവരായിരുന്നു, എന്നാൽ നീ അവരെ വിടുവിച്ചു, ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചു. ദൈവമേ, ഇനിയും ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. പഴയ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടു. ആ സഭയുടെ ഒരു ഫോർമേഷനിൽ ദൈവം ഇടപെട്ടു. ആദിമസഭയിലേക്ക് വരുമ്പോൾ ആ സഭ പങ്കുവെക്കുന്ന സഭയായിരുന്നു, കൊടുക്കുന്ന സഭയായിരുന്നു, എല്ലാം പങ്കുവെക്കുന്നതായ ഒരു സഭ. ആ സഭ തുടർന്ന് മുൻപോട്ട് കടന്നുപോയി അത് ട്രാൻസ്ഫോർമേഷൻ, അനേകരെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായി തീർന്നു. നമുക്കറിയാം, സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ, മിഷണറി ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റിഫോർമേഷന്റെ ഭാഗമായി മിഷണറിമാർ ഭാരതത്തിൽ വന്നു. ഞാൻ നിങ്ങളുമൊക്കെ ഇന്ന് വിശ്വാസികളായി, വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ചേർന്നിരിക്കുകയാണ്. എത്രമാത്രം ത്യാഗവും എത്രമാത്രം കഷ്ടവും പ്രയാസവും അനുഭവിച്ചു കൊണ്ട് മിഷണറിമാരുടെ ചെയ്തതായ ശുശ്രൂഷ.
അവരിലൂടെ ഞാൻ നിങ്ങളും ഇന്ന് ദൈവമക്കളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തെ നീ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ എന്നിലൂടെ ഒരു വ്യക്തിയെങ്കിലും രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മളൊരു റിഫോമിംഗ് സഭയായ, നവീകരിച്ചു കൊണ്ടിരിക്കുന്ന സഭയായ ഞാനും നിങ്ങളും, നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുന്നത് ഞാനും നിങ്ങളും പങ്കുവയ്ക്കുന്നവരായി തീരണം. ഞാനും നിങ്ങളും ട്രാൻസ്ഫോർമേഷൻ്റെ വക്താക്കളായി മാറണം. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കൃപയിൽ നിറഞ്ഞവരായി തീരണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നവീകരിച്ചുകൊണ്ടിരിക്കുന്നതായ സഭയായ എനിക്കും നിങ്ങൾക്കും വരും നാളുകളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ചാനലായി പ്രവർത്തിക്കുവാൻ, അനേകരിലേക്ക് ഈ പുളിപ്പ് പകരുവാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഈ വചനത്താൽ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാന മഹത്വവും ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നിൽക്കവേ തന്നെ നമുക്ക് നിത്യാവിശ്വാസ പ്രമാണം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. നിത്യാവിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിന്റെ പിതാവിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി, പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ നിന്ന് അവതരിച്ച മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുള്ള പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിൽ അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തലികവുമാകുന്ന യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകബപ്തിസ്മം ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും വരുവാന ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ കടന്നുവന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇടവകപ്പെട്ടക്കാരൻ ബഹുമാനപ്പെട്ട സന്തോഷിച്ചൻ നാട്ടിൽ അച്ഛൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് പോയിരിക്കുകയാണല്ലോ. നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഈ ആഴ്ചയിൽ തന്നെ അച്ഛൻ തിരിച്ചെത്തുന്നതും സഭയുടെ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ തുടരുന്നതുമാണ്. അച്ഛനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയുടെ ആദ്യഫല പെരുന്നാൾ അടുത്ത ഞായറാഴ്ച രാവിലെ 8:30 ദേവാലയത്തിൽ നടത്തപ്പെടുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ചർച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നമ്മുടെ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എല്ലാ കുടുംബങ്ങളുടെയും ആത്മാർത്ഥമായ കോൺട്രിബ്യൂഷൻ, ആത്മാർത്ഥമായ സഹകരണം ഹാർവസ്റ്റ് ഫെസ്റ്റിവലിലേക്ക് അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങളും അടുത്ത ഞായറാഴ്ച രാവിലെ 8:30 നിങ്ങളുടെ ഹാർവസ്റ്റ്, നിങ്ങളുടെ സമർപ്പണം നിങ്ങൾ ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ കവർ ലഭിക്കാത്തവർ ഇന്നത്തെ ആരാധനയ്ക്ക് ശേഷം തിരിച്ചു പോകുമ്പോൾ കവർ കൊണ്ടുപോകണം. കവർ പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കവർ കൊണ്ടുപോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഞായറാഴ്ചത്തെ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ ആരാധനയ്ക്ക് ശേഷം ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓപ്ഷന് ശേഷം നിങ്ങൾക്ക് സഭയായിട്ട് ലഞ്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും കുടുംബമായിട്ട് എല്ലാവരും വരണം. എല്ലാവരും ഇതിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കണം. എല്ലാ വർഷവും നമ്മൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നടത്തുന്നതിനപ്പുറമായി ഇതിലൂടെ നമ്മുടെ ഇടവകയുടെ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള
ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് ഇതിനെ കണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ഞായറാഴ്ച ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ സൺഡേ നമ്മൾ ആചരിക്കപ്പെടുന്നതാണ്. നവംബർ 1 സൺഡേ എല്ലാ വർഷവും നമ്മൾ അഖില ലോക സൺഡേ സ്കൂൾ ദിനം ആചരിക്കുന്നവരാണ്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആൻഡ് സൺഡേ സ്കൂൾ സൺഡേ ആണ്. അതുകൊണ്ട് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ എല്ലാവരും കടന്നു വരണം, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് കടന്നു വരണം. രൂപത്തിൽ പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച ഫാമിലി ആയിട്ട് എല്ലാവരും വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സൺഡേ സ്കൂൾ ആൻഡ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ രണ്ടും നമുക്ക് അടുത്ത ഞായറാഴ്ച ദേവാലയത്തിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളെയും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും പേരൻസിനെയും സഭയിലെ എല്ലാ അംഗങ്ങളെയും അടുത്ത ഞായറാഴ്ചത്തെ സ്പെഷ്യൽ വർഷിപ്പിലേക്ക്, ഹാർവസ്റ്റ് ഫെസ്റ്റിവലിലേക്ക്, സൺഡേ സ്കൂൾ വർഷിപ്പിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ കൺസ്ട്രക്ഷൻ, ഇടവക ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷൻ ഈ നാളുകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ കോൺട്രിബ്യൂഷൻസാണ്, നിങ്ങളുടെയൊക്കെ കൈത്താങ്ങലാണ് ഇതിൻ്റെ പണികൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നതൊരു ഓഫ് സീസണിലാണ്. നമുക്കെല്ലാം അനുകൂലമായിരുന്ന സമയമുണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ അപ്പുറമായി ലോക്ക്ഡൗൺ ടൈം, അതോടൊപ്പം തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതായൊരു സമയങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം. ആ സമയത്താണ് ദൈവം പ്രവർത്തിച്ചത് എന്ന് നമ്മൾ മറന്നുപോയി. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ മിഷണറി ജീവിതത്തിലും ഞാൻ പഠിച്ചതായ ഒരു പാഠം അതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. ദൈവത്തിൻ്റെതായൊരു സമയമുണ്ട്, ദൈവത്തിൻ്റെതായ സമയം. നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഈ ലോക്ക്ഡൗൺ ടൈമിൽ എത്രത്തോളം നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും, എത്രത്തോളം കൺസ്ട്രക്ഷനിൽ മുൻപോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ നാളുകൾ. അവിടെയാണ് ദൈവം പ്രവർത്തിച്ചത്, അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം നമ്മൾ കണ്ടത്. അതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പൂർത്തീകരണം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രാർത്ഥന, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സപ്പോർട്ട്, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ആത്മാർത്ഥമായ ഒരു ഷെയറിങ് ഇതിനുണ്ടാകണം. നിങ്ങളുടെ ഷെയറിങ് കൊണ്ട് മാത്രമാണ് ഇത്രത്തോളം ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. ഇനിയും ആവശ്യങ്ങൾ ഏറെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം, പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. കോൺട്രിബ്യൂഷൻസ് പ്രോമിസ് പറഞ്ഞിട്ടുള്ളവരൊക്കെ അത് എത്രയും പെട്ടെന്ന് നൽകി നമ്മുടെ ഇടവകയുടെ ഒരു നിലനിൽപ്പ്, ഇടവകയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം ഇനിയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എന്ന് നമ്മൾ ഈ നാളുകളിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം എപ്പോഴും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പ്രവർത്തിക്കണമെന്നില്ല. ഓഫ് ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ നിങ്ങളുടെയൊക്കെ എക്സ്പെക്റ്റേഷൻസ് അപ്പുറമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈമിൽ ദൈവം പ്രവർത്തിക്കും. ക്രൈസിസിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്ന് പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തവരാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മളൊക്കെ ഈ കോവിഡ് സാഹചര്യത്തിലൂടെ കടന്നുപോയവരാണ്. എന്നാൽ അവിടെ നിന്നൊക്കെ ദൈവം നമ്മളെ വിടുവിച്ചു, എത്രത്തോളം ബലപ്പെടുത്തി നമ്മളെ മുൻപോട്ട് നയിക്കുകയാണ്. അതുകൊണ്ട് ഇടവകയുടെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം തുടർന്നും ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്ത പാട്ട് പാടിയതിന് ശേഷം ബർത്ത്ഡേ പ്രേയറിനുള്ളവർക്ക് മുൻപോട്ട് വരാം. അവരുടെ പേരുകൾ വായിക്കട്ടെ. ബർത്ത്ഡേ ഈ വീക്കിൽ ആചരിക്കുന്നവർ റോണി ഉമ്മൻ മാത്യു, സുജിത് ജേക്കബ്, ആനി സൂസൻ മാത്യു, വിനോദ് ചെറിയാൻ, ഷെല്ല സാറ തെരിയൻ. ഇവർ അടുത്ത പാട്ടിന് ശേഷം ബർത്ത്ഡേ പ്രേയറിനായിട്ട് മുൻപോട്ട് വരണം. അതിനുശേഷം വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ളവർ മുൻപോട്ട് വരണം. അവരുടെ പേരുകൾ വായിക്കട്ടെ. മിസ്റ്റർ ആൻഡ് മിസസ് AC എബ്രഹാം, മിസ്റ്റർ ആൻഡ് മിസസ് ബിനു അലക്സ്, മിസ്റ്റർ ആൻഡ് മിസസ് എബ്രഹാം വർഗീസ്. ഇപ്പോൾ ബർത്ത്ഡേ പ്രേയറിന് വേണ്ടിയുള്ളവർ മുൻപോട്ട് കടന്നു വരാം. He
സ്വർഗസ്വരാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടുത്തെ വലിയ ദാനമാകും. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നീ നൽകുന്ന വലിയ ദാനമാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. കർത്താവേ, വഴികാലുകളിൽ നടത്തിയിരിക്കുന്ന ഇന്ന് വരുവാൻ സാധിക്കാത്തതായ ഈ മക്കളെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, അവരുടെ ജീവിതത്തിൽ നീ ഒരു ദിവസം കൂടെ നീ അവർക്ക് ദാനം നൽകിയല്ലോ. ഒരു പുതിയ ഒരാഴ്ചൻ്റെ ഒരു വർഷം കൂടെ നിന്റെ മക്കൾക്ക് അവിടുന്ന് അനുഗ്രഹിച്ച് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവേ, നിന്റെ മക്കളുടെ ജനനം മുതൽ ഈ നിമിഷം വരെയും നിന്റെ കൃപ നിന്റെ മക്കളോട് കൂടിയിരുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവേ, നിന്റെ മക്കൾക്ക് ആവശ്യമാകുന്ന ദൈവകൃപ ഈ പുതിയ വർഷത്തിൽ അവിടുന്ന് നിന്റെ മക്കൾക്ക് ചൊരിയണമേ. അവരുടെ ആവശ്യങ്ങൾ നീ അവരുടെ കൂടെയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതം അനേകർക്ക് നന്മയ്ക്ക് മുഖാന്തരമായി തീരുവാൻ, അനേകർക്ക് പ്രകാശം നൽകുന്നവരായി തീരുവാൻ അവരെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിന്റെ മക്കളെയും കൊണ്ട് അനുഗ്രഹിച്ചാണ് പുതിയ വർഷത്തിൽ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും അവർ നൽകി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ കാഴ്ച നൽകിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ നൽകണമേ. ആമേൻ. വെഡിങ് ആനിവേഴ്സറി ആചരിക്കുന്നതോടൊപ്പം കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിച്ചു കഴിയുന്ന ഞങ്ങളുടെ സർവസ്വരാവേ, ഇവിടെ വായിച്ചു പ്രിയ കുടുംബങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ കുടുംബ ജീവിതത്തിന്റെ ആരംഭങ്ങളിലൂടെയും കുടുംബത്തിന്റെ മക്കളോട് കൂടെയുന്നു. ഇത്രത്തോളം നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ മക്കളുടെ ജോലികളായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പുതിയ വർഷത്തിലേക്ക് എൻ്റെ മക്കൾ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ നന്മകളും അനുഗ്രഹങ്ങളും എൻ്റെ മക്കളുടെ കുടുംബ ജീവിതത്തിൻ്റെ മേലെ അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ അവിടെ ശുദ്ധീകരിക്കണമേ, അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും പുതിയ വർഷത്തിൽ ലഭിപ്പാൻ പറ്റണം. ദൈവമേ, നീ അവിടുന്ന് സഹായിക്കണമേ. എല്ലാം എൻ്റെ മക്കളെ ഈ പ്രാവശ്യം അവരുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് സമയം ഓർമ്മിക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് സമൂഹമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. വളരെ പെട്ടെന്നാകും നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്.
പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ 10 മാസക്കാലം ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മളെ പുതുതരമായി പരിപാലിച്ചു. സകല ലോകത്തിൻ്റെയും സകല പ്രതിസന്ധികളുടെയും സകലമാകുന്ന പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ നമ്മളായിരുന്നപ്പോൾ ദൈവം നമ്മെ എത്രത്തോളം ബലപ്പെടുത്തിയല്ലോ, ദൈവം നമ്മെ എത്രത്തോളം സൗഖ്യം നൽകിയല്ലോ, ദൈവം നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ അറിവിൽപ്പെട്ടോ നമ്മുടെ സഭയിലോ ആരെങ്കിലും ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ഈ സമയം ഓർക്കാം. പൂർണ്ണ സൗഖ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ അടുത്ത ഞായറാഴ്ച നടക്കുന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ സൺഡേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അപേക്ഷകൾ കേൾക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം, നമ്മുടെ നിലവിളിയെ കേൾക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരുമിച്ച് മധ്യസ്ഥത അണയ്ക്കാം. സഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, സഭയുടെ ഒരുമിച്ചുള്ളതായ മധ്യസ്ഥതയ്ക്ക് വളരെ ശക്തിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. കാരാഗ്രഹത്തിലായിരുന്ന പത്രോസ് ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് നമുക്ക് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. സഭയുടെ പ്രാർത്ഥനയ്ക്ക് സകലത്തെയും മാറ്റുവാനായിട്ട് സാധിക്കും. മനുഷ്യരല്ല സാധ്യം, ദൈവത്താൽ സാധ്യമാക്കി തീർക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരാധന പുസ്തകത്തിലെ 2-ാമത്തെ ലിത്താനി പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ എന്ന ഓരോ പ്രാർത്ഥനയുടെയും പിന്നാലെ നമുക്ക് പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും നമ്മുടെ CSI സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മർത്തോമാ സഭയുടെ മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രോഗികളും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ചു ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവവൃത്തിയോടും കൂടെ തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ ശക്തനായ കർത്താവേ, നിന്റെ ആത്മാവ് ശരീരമാകുന്ന സഭയെ മുഴുവനും ധരിച്ച് ശുദ്ധീകരിക്കുന്നുവല്ലോ. നിന്റെ വിശുദ്ധ സഭയിൽ എല്ലാ വിധത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഴിക്കുന്ന അപേക്ഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളണമേ. അതിലുള്ള ഓരോരുത്തരും അവനവൻ്റെ വിളിയും ശുശ്രൂഷയിലും നിന്നെ സത്യത്തോടും ഭക്തിയോടും സേവിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം കൃപ അരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു.
അപ്പമതാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരു അപ്പത്തിന്റെ അംശികൾ ആകുന്നുവല്ലോ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെല്ലാവരുടെ മേൽ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നിൽക്കവേ തന്നെ ജ്ഞാനകീർത്തനങ്ങളിൽ 235 പാട്ട് നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 235 ഈ സമയത്ത് സ്തോത്രവാഴ്ച സമർപ്പിക്കാം. നമ്മുടെ ഈ വഴിപാടുകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവത്തിന്റെ രക്തത്താൽ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതുമെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിലുള്ള വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ഈ
ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൈവന്മാരോടും പ്രധാന ദൈവന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ എപ്പോഴും ഞങ്ങൾ നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശം ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം എന്ന് ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിൻ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായ കുരിശിന്മേൽ മരണം അനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തന്റെ വിലയേറിയ മരണത്തെ കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റപ്പെടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു. നിങ്ങൾ ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കൽപ്പന ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്നുണ്ടാകുന്നവരുണ്ടാകും ഞങ്ങൾ കാത്തിരിക്കുന്നു. നിനക്ക് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇത് ചെയ്യുന്നു. അതിനെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ തന്നെ മഹത്വപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തു ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തു രക്തത്തിന്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന് തലയാകുന്ന അവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ണമേ. ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കർത്താവ് സന്തോഷം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇതേക്കും നിനക്കുള്ളതാവുന്നുവല്ലോ. അല്പനിമിഷം ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. തിരുമേശയെങ്കിലേക്ക് അടുത്തു വരുവാൻ ഒരുങ്ങുന്ന നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ തൻ്റെ കൃപയാൽ യോഗ്യരാക്കി തീർക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപയാൽ എന്നെ അവിടുന്ന് ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിൻ്റെ വലിയ കരുണയിലല്ലാതെ സ്വന്തം നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് നിൻ്റെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. ഞങ്ങൾ നിൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പമുറുക്കൾ പോലും യോഗ്യമുള്ളവരല്ല. എന്നാൽ നീ എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാവുന്നു. അതുകൊണ്ട് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപശരീരങ്ങളും ആത്മാക്കളും നിഷ്ഠപ്പെടുന്ന യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താൽ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും അവൻ ഞങ്ങളിൽ എപ്പോഴും വസിക്കുവാനും ഞങ്ങളെൻ്റെ മാംസത്തെ ഭക്ഷിക്കുകയും രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് കൃപ തരണമേ. ആമേൻ. നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ?
വിശ്വാസത്തോടും പ്രത്യാശയോടും തിരുമേശയിലേക്ക് അടുത്ത് വരികയും യേശുവേ
നമ്മുടെ ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ അപ്പത്തെ പരിശുദ്ധ ഉപയോഗത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വേർതിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സക്രമത്തിൽ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ സർവസ്വപിതാവേ, എന്റെ വാത്സല്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായി യേശുക്രിസ്തുവായി ഞങ്ങളെ നിന്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന്റെ മഹാബലിയുടെ ശരീരവും അവനാട്ടിലെ ആഹാരമുണ്ട്. നീ ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും വിജയനും ഞങ്ങൾ ഞങ്ങളുടെ ജീവനും സമർപ്പിക്കുന്നു. ആരാധന ഞങ്ങളെ മനസ്സുകൊണ്ട് സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ അനുസരിച്ച് ഒടുവിന്റെ സൗരാജ്യത്തിൽ നിന്റെ സകലാശയങ്ങളോട് കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപയുള്ളവന് നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിന്നോട് വിശുദ്ധാത്മാവിലൂടെ ഹൃദയക്കും നേരതയുമായി ജീവിച്ച് വാഴുമല്ലോ. ആമേൻ.
നമ്മുടെ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കുള്ള സമയമാണത്. അടുത്ത ഒരു ചരണം പാടുന്നതിന് ശേഷം ഇന്നത്തെ പ്രാർത്ഥന ഏറ്റിരിക്കുന്ന ആൾ മുൻപോട്ട് കൊണ്ട നമ്മുടെ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് സർവനന്മകളും സർവ്വകാര്യങ്ങൾക്കും Psalms 145, 18 and 19. He is near to those who call to him with sincerity. He supplies the needs of those who honor him. He hears their cries and saves them. Let us all bow our heads in prayer. Our Heavenly Father, we thank you, Lord, for keeping us safe throughout the last week and inspired our souls to gather today here, praise and magnify your name. We thank you, Lord, for all the blessings that you have provided us. Lord God, we pray for a good progress in church construction. Thank you, Lord, for your guidance and protection, which led to the church work. Lord, we submit all the people who are behind this project. We pray for the mental and physical health of everyone, the workers, the engineers, our company members, church members, and all other members who are constantly praying and contributing for your holy work. Lord, encourage each and every soul to be part of this project and help us to unite to worship you there in your holy sanctuary. May all the conditions that are influencing this work be in good control of our business. First, we pray you for your unending love, which led us to this state of completion. Lord, may the work be completed on time as planned. He says, forgive us for any flaws in our prayer, and please accept our prayers to Lord Jesus Christ. In the most holy name of our Savior, Lord Jesus Christ, we pray. Amen. ആമേൻ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ ഈ ആരാധനയിൽ എനിക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് ക്ഷണിച്ച സന്തോഷത്തിനോടും ഈ ഇടവകയുടെ കമ്മിറ്റിയോടും എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ പറക്കാൽ മിഷണറി അച്ഛൻ്റെയും മുതലപ്പള്ളി മിഷണറി അച്ഛൻ്റെയും കാട്ടപ്പള്ളി മിഷൻ്റെയുമായ പ്രത്യേകമായ സ്നേഹവും പ്രത്യേകിച്ച് നിങ്ങളുടെ ദേവാലയ കൺസ്ട്രക്ഷൻ്റെ പ്രോജക്റ്റിനോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവിധമായ ആശംസകളും മൂന്ന് മിഷൻ്റെയും പേരിൽ ഞാൻ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ റജിയച്ചൻ്റെ കൊച്ചമ്മയുടെ സ്നേഹവും കൊച്ചമ്മയുടെ കൃതജ്ഞതയും നിങ്ങളെ ഞാനൊരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. എല്ലാവരെയും ദൈവം ഈ ഒരാഴ്ചക്കാലം അനുഗ്രഹകരമായിട്ട് വഴി നടത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് അവസാനമായി ജ്ഞാനകീർത്തനങ്ങളിൽ 134-ാമത്തെ കീർത്തനം നമുക്ക് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 134-ാമത്തെ കീർത്തനം, ഹിം നമ്പർ 134. Hallelujah.
സഹോദരൻ